അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സുസ്വാഗതമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഹെൽപ്ഫുള്ളായ ഒരു വീഡിയോസായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട് പണി ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ വീട് പണിയൊക്കെ നടന്ന് ഫൈനൽ സ്റ്റേജിലാകുമ്പോൾ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്കുണ്ടാവും. അപ്പോൾ നമ്മളെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ 8% ഇൻട്രസ്റ്റിൽ നമ്മളെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് ലോണുകൾ നമ്മൾ ഒരുപാട് ലോണുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് ആ ലോണുകൾ നമുക്ക് കരസ്ഥമാക്കാം, നമുക്ക് നോക്കാം. ഏകദേശം അവിടെ ഒരുപാട് ആളുകൾ ഒരുപാട് ഇതിൽ നമ്മൾ ലോണും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. കുട്ടികളെ വിദ്യാഭ്യാസത്തിന്, കുട്ടികളെ വിവാഹത്തിനൊക്കെയാണ് ഏകദേശം 6% ഇൻട്രസ്റ്റിലാണ് നമുക്ക് ലോണ് നമുക്ക് അവർ അലോട്ട് ചെയ്യുക. പക്ഷേ ആ ലോണിന് ഏകദേശം 3 മാസം പോലെ നമുക്ക് വെയിറ്റ് ചെയ്യണം എന്തായാലും. കാരണം 3 മാസം പോലെ വെയിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ലോണ് കരസ്ഥമാക്കാം. നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ആവാം. കാരണം പല ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 12%, 11%, 11%, 14% പല കാറ്റഗറി അടിസ്ഥാനത്തിൽ ബാങ്കുകൾ ലോണുകൾ അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്ര തന്നെ. ഇത് ഏകദേശം നമുക്കൊരു 10-25 പേപ്പറുകൾ നമുക്ക് ഇത് ഏകദേശം ഹാജരാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഹാജരാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കാരണം നമ്മളവിടെ പല മലപ്പുറത്തുണ്ട്. മലപ്പുറത്ത് ഏകദേശം ഞങ്ങളിപ്പോൾ മലപ്പുറത്തുള്ളത്. അപ്പോൾ മലപ്പുറത്ത് തന്നെ നമ്മുടെ മുണ്ടുപറമ്പ് സ്ഥലത്താണ് അവിടെ കേരള ഈ ബാങ്ക് ഉള്ളത് ഏകദേശം. പിന്നെ കോട്ടക്കൽ, പൊന്നാനി പല സ്ഥലത്തും ഇത് ഏകദേശം ഈ ബാങ്കിൻ്റെ ശാഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇത് നമ്മൾ അപേക്ഷിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഏകദേശം ഈ ഒരു ഫോം നമുക്ക് ഇത് കണ്ടോ 30 രൂപ നമ്മൾ അടച്ച് ലോൺ വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അപേക്ഷിക്കുമ്പോൾ കൊടുക്കേണ്ട ഫീ ആണ് 30 രൂപ. അത് നമുക്ക് അടയ്ക്കണം ആദ്യം. പിന്നെ നമ്മൾ അവരനുസരിച്ച് നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ അപേക്ഷിക്കുന്ന ഓരോരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് അപേക്ഷകൻ്റെ കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ വില്ലേജിൽ നിന്ന് നമ്മൾ കരസ്ഥമാക്കേണ്ടതാണ്. നമ്മൾ വില്ലേജിൽ പോയിട്ട് ആദ്യം നമ്മൾ അപേക്ഷ കൊടുത്ത് നമ്മുടെ വാർഷിക വരുമാനം സർട്ടിഫിക്കറ്റ് അക്ഷയയിൽ നിന്ന് നമുക്കിത് കിട്ടുക. വില്ലേജിൽ നിന്ന് നമുക്ക് കരസ്ഥമാക്കേണ്ട സാധനം അക്ഷയയിൽ നിന്ന് അപേക്ഷിച്ചിട്ട് രണ്ടാമത് വെച്ചാൽ 3 ലക്ഷം രൂപയിൽ നിന്ന് താഴെ ആയിരിക്കണം. അത് കുടുംബ വാർഷിക വരുമാനത്തിന് 3 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. അത് രണ്ടാമത്തെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, SLC ബുക്കോ നിങ്ങളെ എന്തെങ്കിലും പ്രൂഫോ കാര്യങ്ങളിൽ നിങ്ങൾ അത് ഹാജരാക്കണം. മൂന്നാമത്തേതെന്ന് പറഞ്ഞത് അപേക്ഷകൻ്റെ ഫോട്ടോ 3 ഫോട്ടോ വേണം. പിന്നെ ഉള്ളത് ഒരെണ്ണം അപേക്ഷയിൽ പതിച്ചതായിരിക്കണം. പിന്നെ ഉള്ളത് റേഷൻ കാർഡ് പഴയതും ഇപ്പോഴത്തെ റേഷൻ കാർഡും പഴയ റേഷൻ കാർഡും നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. പിന്നെയുള്ളത് ആധാർ കാർഡ് ഒറിജിനലും ഫോട്ടോയും നമ്മൾ നിർബന്ധമായിട്ടും വേണം. പിന്നെ ഇലക്ഷൻ ഐഡൻറ്റി കാർഡ്, പിന്നെ ഉള്ളത് കെട്ടിട നികുതി റെസീറ്റ് വേണം. നമ്മൾ ആധാർ നികുതി ഷീറ്റ്, ഓക്കെ. പിന്നെ പഞ്ചായത്തിൽ നിന്ന് വയസ്സ് തെളിയിക്കുന്ന രേഖ, സ്കൂൾ സർട്ടിഫിക്കറ്റ് അത് ഹാജരാക്കേണ്ടതാണ്. പിന്നെയുള്ളത് പാസ്ബുക്കിന് നമ്മളെ ഒന്നാമത് നമ്മുടെ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി നമ്മൾ അവിടെ ഹാജരാക്കേണ്ടതാണ്. പിന്നെ വരുന്നത് 10ാമത്തെ, ഇതുവരെ 9ആയി. 10ാമത്തെ പറഞ്ഞാൽ സ്വന്തമായി തയ്യാറാക്കി എസ്റ്റിമേറ്റ്. നമുക്ക് ഏകദേശം നമ്മളെ വീട് പണി നടക്കുകയാണെങ്കിൽ നമ്മളെ വീട് പണി വെച്ചാൽ ഇത് പല കാറ്റഗറിയിലാണ് നമ്മൾ അവിടെ ലോണുകൾ അവിടെ കൊടുക്കുന്നത് ഏകദേശം. അപ്പോൾ അപേക്ഷകൻ്റെ സ്വന്തമായി തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് നമ്മളിപ്പോൾ എത്ര രൂപയാണ് എന്നുള്ള പേപ്പറിൽ എഴുതിയിട്ട് കൊടുക്കേണ്ടതാണ്. 11ാമത് അപേക്ഷൻ്റെ പാൻ കാർഡ് നിങ്ങൾ അത് അവിടെ ഹാജരാക്കേണ്ടതാണ്. പിന്നെ വരുന്നത് വസ്തുവിൻ്റെ അസൽ ആധാരം, ഒറിജിനൽ ആധാരം ബാങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ടതാണ്. ഒറിജിനൽ ആധാരമാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്.
പിന്നെ നമുക്ക് ഇനി അടുത്ത് അതിൻ്റെ അടിസ്ഥാന ആധാരം പട്ടയം നമ്മൾ അടിയാധാരം നമ്മളെ നിർബന്ധമായും അവിടെ കൊടുക്കേണ്ടതാണ്. പിന്നെ ഇത് വസ്തുവിൻ്റെ മതിപ്പ് വില സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വില്ലേജിൽ പോയി നമ്മൾ അപേക്ഷ എഴുതിയിട്ട് വില്ലേജ് ഓഫീസർ കൊടുക്കുക. നമ്മൾ പറയാം നമുക്ക് വസ്തുവിൻ്റെ മതിപ്പ് വില സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ബാങ്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തയ്യാറാക്കാൻ പറയണം. പിന്നെയുള്ളത് നമ്മളെ വില്ലേജ് ഓഫീസിൽ നിന്നും നമ്മളെ വീട്ടിലേക്ക് എങ്ങനെയാണ് ഉള്ളത് വരാനുള്ളത് ലൊക്കേഷൻ മാപ്പ് നമ്മൾ ഹാജരാക്കേണ്ടതാണ്. പിന്നെ നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ നികുതി ഷീറ്റ് നമ്മളെ നികുതി ഷീറ്റും നേരത്തെ പറഞ്ഞ പോലെ നികുതി ഷീറ്റും ഹാജരാക്കേണ്ടതാണ്. പിന്നെ പൊസഷൻ നോൺ അറ്റാച്ച്ഡ് സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് നമ്മൾ അത് ഉണ്ടാക്കേണ്ടതാണ്. പിന്നെയുള്ളത് കുടിക്കട സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം. പിന്നെ വസ്തുവിൻ്റെ ഉടമസ്ഥയിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡും നമ്മൾ നിർബന്ധമായും കയ്യിൽ വെക്കേണ്ടതാണ്, കൊണ്ടുപോകുമ്പോൾ വേണം. പിന്നെ ഉള്ളത് വക്കീൽ പരിശോധന ശേഷം വക്കീലിന് എന്താണ് വേറെ എന്തെങ്കിലും പേപ്പർ കാര്യങ്ങൾ ഹാജരാക്കണം, അത് ഹാജരാക്കേണ്ടതാണ്. പിന്നെ വക്കീൽ വെച്ചാൽ നമ്മളെ വക്കീൽ ഇതൊക്കെ ഹാജരാക്കിയതിന് ശേഷം ഇതൊക്കെ ഹാജരാക്കാൻ ഒരു മാസത്തിൻ്റെ തൊട്ടടുത്ത് നമുക്ക് സമയം എന്തായാലും വരും. അപ്പോൾ പിന്നുള്ളത് വക്കീൽ ഫീസായിട്ട് നമ്മൾ 500 രൂപ വക്കീൽ ഫീസിന് ഇങ്ങനെ നമുക്ക് അടിച്ചു കിട്ടും. 500 രൂപ നമുക്ക് അവിടെ പോയാൽ നമുക്ക് കൈപ്പറ്റി വക്കീലിൻ്റെ ഫീസ് നമുക്ക് മേടിക്കണം. രണ്ടാമത് ഉള്ളത് ഒരാളെ ജാമ്യം നമുക്ക് ലാസ്റ്റ് ബാങ്ക് നമ്മൾ വിളിച്ചതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് 2250 രൂപ നമ്മൾ ലോണ് റെഡി ആയിട്ടുണ്ടെങ്കിൽ 2250 രൂപ നമ്മൾ അവിടെ അടയ്ക്കേണ്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു ലോണാണ് ഇത്. കാരണം നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത് 5350 രൂപ 3 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ 5300 രൂപയാണ് നമുക്കൊരു മാസത്തിൽ അടവരുന്നത്. അങ്ങനെ ഏകദേശം നമുക്ക് ഇതിന് ഇൻട്രസ്റ്റ് വരുന്നത് കാണിച്ചു തരാം. നമ്മൾ അടച്ച് 3 ലക്ഷം രൂപ അടച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത് എത്ര വരിക? 77,949 രൂപ നമുക്ക് മൊത്തം ഇത് ഇൻട്രസ്റ്റ് നമുക്ക് ആകെ വരുന്നുള്ളൂ. പിന്നെ 5% ഇത് കറക്റ്റായി നമ്മൾ ലോണ് കറക്റ്റായി അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് 5% സബ്സിഡി ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടും എന്തായാലും. കാരണം ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു കീഴിലുള്ള ബാങ്കാണിത്. അപ്പോൾ നിങ്ങൾ പരമാവധി ഈ ബാങ്കിൽ നിന്ന് നിങ്ങളെ സപ്പോർട്ട് നിങ്ങൾ അത് എടുക്കണമെന്നല്ല. നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക. കാരണം നിങ്ങൾക്ക് മറ്റേ ബാങ്കിലാകുമ്പോൾ നമുക്ക് 12% ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വീടും കാര്യങ്ങളൊക്കെ ഒന്നാമത് വെച്ചാൽ നമുക്ക് അടയ്ക്കേണ്ട സമയത്ത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വേറെ ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് പലിശ ഇനത്തിൽ തന്നെ ഏകദേശം 12% ഇൻട്രസ്റ്റ് ആണെങ്കിൽ 3 ലക്ഷം രൂപയ്ക്ക് പലിശ വരുന്നത് 3600 രൂപ ഇൻട്രസ്റ്റ് എന്തായാലും വരും. 3600 രൂപ ഇൻട്രസ്റ്റ് കൺഫേം ആയിട്ടും വരും. പിന്നെ നിങ്ങൾ അതിന് മുതലേക്ക് നിങ്ങൾ പൈസ അടയ്ക്കേണ്ടി വരും. ഏകദേശം 7000-8000 രൂപ നിങ്ങളൊരു മാസം എന്തായാലും കാണേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രോഫിറ്റായ കാര്യം എന്ന് പറഞ്ഞാൽ 8%. ഇത് വെച്ചാൽ ഒന്നാമത് കുഞ്ഞുങ്ങളെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ കല്യാണത്തിന് ലെറ്ററും കാര്യമൊക്കെ ഹാജരാക്കി നമ്മളെ സമർപ്പിച്ചാൽ നമുക്ക് അതിനനുസരിച്ച് പിന്നെ കിട്ടും. പിന്നെ വെച്ചാൽ നമ്മൾ ഇതിന് പുറമെ നമുക്ക് രണ്ടാമത് വെച്ചാൽ നമ്മളെ ഗവൺമെൻറ് പരമായിട്ട് ജോലി കാര്യങ്ങൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലും നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ആധാരം കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് മാത്രം മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥകൾ. കാര്യങ്ങൾ ഏറ്റവും നല്ല ഒരു ഇതാണ് സംഭവം.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഏറ്റവും ഹെൽപ്ഫുള്ളായൊരു ഒരു കാര്യമാവും ഇത്. അപ്പോൾ ഒന്നാമത് വെച്ചാൽ നമ്മൾ ഈ ലോണിൻ്റെ ഞാൻ ഇപ്പോൾ എത്ര പറഞ്ഞു ഏകദേശം. അപ്പോൾ നമ്മൾ അവിടെ അവർ ചോദിക്കും, ഒരു ഫോറം തരും. അപ്പോൾ അത് ഏകദേശം സുവർണശ്രീയാണ് ഏകദേശം നമ്മൾ അപേക്ഷിക്കുന്ന നമ്മളെ വീടിൻ്റെ അറ്റകുറ്റപ്പണി എന്ന സംബന്ധമായ വിഷയങ്ങൾക്കാണ് വീട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ലോണ് നമ്മളെ വീട് നമുക്ക് ഹെൽപ്ഫുള്ളായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് 3 ലക്ഷം രൂപ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു ശുഭരാത്രി എല്ലാവർക്കും. നമസ്കാരം.